സാറാസിൻ്റെ കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യുന്ന പടം പുള്ളി എന്ന് പറഞ്ഞുള്ള പടം. അത് ജിജു അശോകൻ ഉറുമ്പുകൾ ഉറങ്ങാറുടെ ഡയറക്ടർ ചെയ്യുന്ന പടമാണ്. അതിൽ അത്യാവശ്യം ത്രൂ ഔട്ടാണ് ജയിൽ പുള്ളി പരിപാടിയായിരുന്നു. അപ്പം അത് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ വിനയ് ഫോർട്ടിൻ്റെ കൂടെ വാതിൽ ചെയ്തു. വാതിലിൽ നിൽക്കുന്ന ടൈമിലാണ് എനിക്ക് പുഴു എന്നൊരു ചാൻസ് വന്നു. അതായത് മമ്മൂക്ക അഭിനയിച്ച പുഴു എന്ന് പറയുന്ന സിനിമയിൽ നിന്നൊരു ചാൻസ് വന്നു. ആദ്യമായിട്ട് ഇത്രയും ചെയ്ത് പെട്ടെന്ന് തന്നെ മമ്മൂക്കയുടെ ഒരു പടത്തിൽ വരുമ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പം എനിക്കിത് ആരോടെങ്കിലും പറയണം. ഞാനങ്ങനെ എൻ്റെ ഒരു ചേച്ചി ചിപ്പി, പുള്ളിക്കാരിയെ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു. ആദ്യം ഞാൻ പറയുന്ന പുള്ളിക്കാരിയോടാണ്, ഇന്നപോലെ ഇന്നപോലെ മമ്മൂക്കയുടെ പടത്തിൽ നിന്ന് വന്ന്. അപ്പം അളിയൻ ഭയങ്കര മമ്മൂക്ക ഫാനാണ്. പുള്ളി പറഞ്ഞു ചെയ് അടിപൊളിയായി. ഞാൻ പറഞ്ഞില്ലേ ഞാൻ ലാലേട്ടൻ ഫാൻ ആയതുകൊണ്ട് ഞങ്ങൾ ഫാൻ ഫൈറ്റ് നടത്തും. അപ്പോൾ അന്ന് എൻ്റെ അടുത്ത് പുള്ളി പറഞ്ഞ്, ഞാൻ പറഞ്ഞില്ലേ നിനക്കൊരു മമ്മൂട്ടി പടം കിട്ടുമെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇത് വേണം ഇങ്ങനെ വേണോടാ, നീ പോയി അഭിനയിക്കാൻ പറഞ്ഞു. പക്ഷെ അതെനിക്ക് സ്ക്രീൻ ടെസ്റ്റ് ഉണ്ടായിരുന്നു. അത് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. ഭയങ്കര ടെൻഷൻ. ആദ്യമായിട്ടാണ് സ്ക്രീൻ ടെസ്റ്റ്. അപ്പം എനിക്കറിയത്തില്ല എങ്ങനെയാണ് ചെയ്യുന്നതെന്നും. അത് കഴിഞ്ഞപ്പോൾ രണ്ടാമത് ഫൈനൽ ഒരു സ്ക്രീൻ ടെസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അത് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോഴത്തേക്കും ആ പടം എനിക്ക് ഡ്രോപ്പായി. പിന്നീട് അതൊക്കെ കഴിഞ്ഞിട്ട് ധ്യാൻ ചേട്ടൻ്റെ കൂടെ 3 പടം ഞാൻ ചെയ്തു. ഞാൻ ഏറ്റവും കൂടുതൽ പടം ചെയ്തിട്ടുള്ള നായകൻ ധ്യാൻ ചേട്ടനാണ്. അതിന് ഇങ്ങനത്തെ റോൾ വരുമ്പോൾ എന്നെ വിളിക്കും. ധ്യാൻ ചേട്ടൻ വിളിച്ചിട്ട് പറയാം. അങ്ങനെ ധ്യാൻ ചേട്ടനായിട്ടൊരു 3-4 പടം ചെയ്തു. അത് കഴിഞ്ഞിട്ട് ജോഷി സാറിൻ്റെ പാപ്പനിൽ അഭിനയിച്ചു. പിന്നെ പുലിമടയിൽ അഭിനയിച്ചു. അത് AK സായൻ സാറാണ്. അങ്ങനെ അത്യാവശ്യം ലെജൻസിൻ്റെയൊക്കെ കൂടെ ചെയ്തു. ആദ്യമേ തന്നെ ചെയ്യാൻ പറ്റി. അത് കഴിഞ്ഞിട്ടാണ് രോമാഞ്ചത്തിലേക്ക് വരുന്നത്. രോമാഞ്ചം ആണ് ആദ്യമായിട്ടൊരു ത്രൂ ഔട്ട് പരിപാടി കിട്ടുന്നത്, ത്രൂ ഔട്ട് സിനിമ കിട്ടുന്നത്. അത് ഭയങ്കരമായിട്ട് തന്നെ എൻ്റെ ജീവിതം വീണ്ടും ഒന്ന് മാറ്റുന്ന രീതിയിലായിരുന്നു. പിന്നീട് ഇപ്പോൾ വരുന്ന സിനിമകളെല്ലാം രോമാഞ്ചത്തിൻ്റെ ബേസിലാണ് വരുന്നത്. പിന്നെ മമ്മൂക്കയോടൊപ്പം ബസൂക്കയിലും പിന്നെ ടെർബോയിലും എല്ലാം അഭിനയിച്ചു. പിന്നെ തുടരുമൊക്കെ ചെയ്തതെല്ലാം രോമാഞ്ചത്തിൻ്റെ ആ ഒരു ഇതിലാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ശരിക്കും ജിത്തു ചേട്ടൻ്റെ ലൈഫ് കാണുന്നൊരു സംഭവമാണത്. അപ്പോൾ ജിത്തു ചേട്ടൻ്റെ ഏറ്റവും അടുത്തൊരു കൂട്ടുകാരൻ്റെ ക്യാരക്ടറാണ് എനിക്ക് തന്നത്. അപ്പോൾ അത് ഞാൻ എത്രത്തോളം ഭംഗിയാക്കി ചെയ്യാൻ പറ്റും എന്നുള്ളൊരിത് എനിക്കുണ്ടായിരുന്നു. അത് ഞാൻ ചെയ്തപ്പം ജിത്തു ചേട്ടൻ ഓക്കെ ആയിരുന്നു. രോമാഞ്ചം കഴിഞ്ഞിട്ട് ഞാൻ 2 കഥ കേട്ടു. അതിൽ നിന്ന് ഞാൻ രണ്ടും ചെയ്തു. പക്ഷേ പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്തത് ബസൂക്കയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പുഴുവിൽ നിന്നും എനിക്ക് ഡ്രോപ്പായി പോയി പുഴു. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ബസൂക്കയിൽ എന്നെ വിളിച്ചു. മമ്മൂക്കയുടെ പടം, മമ്മൂക്കയെ അടുത്ത് കാണാം, സംസാരിക്കുക എന്നുള്ള രീതിയൊക്കെ. അങ്ങനെ ബസൂക്ക ചെയ്തു. മമ്മൂക്കയുടെ ഇൻട്രോ കാണിക്കുമ്പോഴത്തേക്കും ഞാനും ജഗദീഷുമാണ് ആ സീനിൽ ഉള്ളത്. പിന്നെ ജഗദീഷ് ഡ്രൈവറായിട്ടും ഞാൻ കണ്ടക്ടറായിട്ടും. അപ്പം അവിടെ വെച്ചിട്ട് സർപ്രൈസായിട്ട് ബർത്ത്ഡേ കേക്ക് മുറിച്ചു. മമ്മൂക്ക എൻ്റെ ഉതളങ്ങാത്തുരുത്തിലെ ഞാൻ പോലും മറന്നുപോയൊരു സീൻ മമ്മൂക്ക എന്നെ ഓർമ്മിപ്പിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു കാര്യം മമ്മൂക്കയെന്നുണ്ടായിരുന്നു. കാരണം ഞാൻ ഫാൻ ഫൈറ്റ് നടത്തുമ്പോഴും ഒരുപാട് ലാലേട്ടനെ മാത്രം പൂഴ്ത്തി പറയുന്ന ഒരാളായിരുന്നു. പക്ഷേ എനിക്ക് തിരിച്ചടി, കർമ്മ ഇസ് ബൂമറാങ് എന്നൊക്കെ പറയുന്ന പോലെ തിരിച്ചടി വന്നു. കാരണം പിന്നീട് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് ഇപ്പോൾ മമ്മൂക്കയാണ്. കാരണം പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ഇപ്പം മമ്മൂക്ക. ഇപ്പം ഓരോ സെറ്റിലാണെങ്കിൽ പോലും കൊച്ചിയിൽ ഷൂട്ടുള്ളപ്പോൾ ഞാൻ പോവും, മമ്മൂക്കയെ കാണും. അതൊക്കെ എനിക്ക് എന്തോ ഭയങ്കര സന്തോഷമാണ്. പിന്നീട് അത് കഴിഞ്ഞിട്ട് മമ്മൂക്കയുടെ തന്നെ ടെർബോയിൽ അഭിനയിച്ചു. ഹാലിൻ്റെ ഷൂട്ട് നടക്കുമ്പോഴത്തേക്കാണ് ടെർബോയിൽ എന്നെ കാസ്റ്റ് ചെയ്ത് മമ്മൂക്കയാണെന്നുള്ള കാര്യം ഞാൻ അറിയുന്നത്. അപ്പം എല്ലാം കൊണ്ട് മറ്റേ ആ ഒരു ഇത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും മമ്മൂക്കയെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാൻ തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് തുടരും ചെയ്യുന്നത്. തുടരും ലാലേട്ടൻ്റെ കൂടെ ആദ്യമായിട്ട് ഞാൻ ഒരു മോഹൻലാൽ ഫാൻ ബേസിൽ ആദ്യമായിട്ട് ലാലേട്ടൻ്റെ കൂടെ ഫോട്ടോ ഷൂട്ട് ചെയ്തു. അങ്ങനെയാണ് ആദ്യം ലാലേട്ടനെ കാണുന്നത്. പിന്നീട് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ലാലേട്ടൻ്റെ കൂടെ ഒരു സിനിമ ചെയ്യാൻ പറ്റുമെന്ന്, ഒരു സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷേ പെട്ടെന്ന് തന്നെ അതും തരുൺ ചേട്ടൻ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടാണ് പറഞ്ഞത് ഒരു സിനിമയുടെ കാര്യം. പക്ഷേ അപ്പോഴും എനിക്ക് അറിയില്ലായിരുന്നു ലാലേട്ടൻ പടമാണെന്ന്. പിന്നീട് ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ അങ്ങനെ ഭയങ്കരമായിട്ടും ഈ 2 പേരുടെയും കൂടെ ഈ ഒരു ചുരുങ്ങിയ കാലയളവിൽ 2 പേരുടെയും കൂടെ അഭിനയിക്കാൻ കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു ഇപ്പോൾ 21 തൊട്ടാണ് ഞാൻ സിനിമയിലേക്ക് വരുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 4-5 വർഷമാകാൻ പോകുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാനിപ്പോൾ ഏകദേശം ഒരു 27 സിനിമയോളം ചെയ്തു കഴിഞ്ഞു ഈ 5 വർഷത്തിനിടയ്ക്ക്. അതിൽ ഒരുപാട് ഇനി ഇറങ്ങാനുള്ള സിനിമകളുണ്ട്. അതുപോലെ തന്നെ ജയരാജ് സാറിൻ്റെ കൂടെ, നമ്മുടെ സംവിധായകന്മാരിൽ ലെജൻഡായിട്ടുള്ള ജയരാജ് സാറിൻ്റെ കൂടെ വരെ 2 പടം എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ അതൊക്കെ ചെയ്തതെല്ലാം അത്യാവശ്യം എനിക്ക് ലെജൻഡ്
കിഡ്സുമായിട്ട് തന്നെ വർക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളത് എൻ്റെ ഭാഗ്യമാണ്, എന്തോ ഒരു ദൈവാനുഗ്രഹം. ഇപ്പോൾ റീസെൻ്റ്ലി ഹാലിൻ്റെ എല്ലാവരും നല്ല അഭിപ്രായമാണ് പറയുന്നത്. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, കാരണം എൻ്റെ മേക്ക് ഓവറൊക്കെ ഉണ്ട്, അതായത് ഗെറ്റപ്പ് ചേഞ്ച് ഉണ്ട് അതിൽ. അപ്പോൾ അത് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുമെന്നുള്ള രീതി എനിക്കറിയില്ലായിരുന്നു. പിന്നെ അതിനു മുമ്പ് ഞാൻ ചെയ്തൊരു വെബ് സീരീസ് പേരില്ലൂർ പ്രീമിയർ ലീഗ് ചെയ്തു. അതും അത്യാവശ്യം ഫൺ പരിപാടിയായിരുന്നു, എല്ലാവർക്കും ഭയങ്കരമായിട്ട് വർക്കായിട്ടുള്ള ഒരു സാധനമാണ്. ഇപ്പം അടുത്ത 2-3 പടങ്ങൾ വരാനുണ്ട്. പെണ്ണ് കേസ്, മാജിക് മഷ്റൂം, ആശാൻ, അതിൻ്റെ പോസ്റ്ററൊക്കെ ഇറങ്ങി. അതിലെ പാട്ട് ഇപ്പോൾ ഭയങ്കര വൈറലാണ്. പടം ഇറങ്ങുന്നതിന് മുമ്പേ തന്നെ പാട്ട് ഹിറ്റായിരിക്കുകയാണ്, കുഞ്ഞിക്കവിൾ മേഘമേ. അത്തേ സുഖല്ലേ? നീ ഒരുപാട് സിനിമകൾ ചെയ്യുന്നുണ്ട്, ലാലേട്ടൻ്റെ കൂടെ മമ്മൂട്ടിയുടെ കൂടെയൊക്കെ. എന്നാൽ നിന്നെ നായകനാക്കിയിട്ട് ഒരു സിനിമ കാണാൻ പറ്റുക? ഇത് പ്രസൂൺ, അതായത് ഞാൻ പേരിലൂർ പ്രീമിയർ ലീഗ് വെബ് സീരീസ് ചെയ്യുമ്പോഴാണ് പ്രസൂണിനെ പരിചയപ്പെടുന്നത്. അതിൽ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിരുന്നു പ്രസൂൺ. ആഗ്രഹമുണ്ട്, നായകനാകാൻ ആഗ്രഹമുണ്ട്. അപ്പം താങ്കൾ ചെയ്യുന്ന പടത്തിൽ, താങ്കളൊരു സംവിധായകനാകാനിരിക്കുകയല്ലേ, അപ്പം താങ്കൾ ചെയ്യുന്ന പടത്തിൽ താങ്കൾ എന്നെ നായകനാക്കിയൊരു പടം ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഹായ് അബിൻ, ഞാൻ ഡോക്ടർ അജിൻ. ഇൻസ്റ്റയിൽ മമ്മൂക്കയുടെ കൂടെയുള്ള ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ആ മൊമെൻ്റ് ഒക്കെ? ശരിക്കും സർപ്രൈസ് ആയിട്ടുള്ളൊരു സാധനം തന്നെ ആയിരുന്നു. കാരണം ആ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ഞാൻ ഇൻസ്റ്റയിൽ ഇട്ടപ്പോൾ അതിൻ്റെ താഴത്തെ ക്യാപ്ഷൻ എനിക്ക് എന്ത് ചെയ്യണം, അത് ഞാൻ മലയാളത്തിൽ ഉദ്ദേശിച്ചതാണ്, ജീവിതത്തിനൊരു അർത്ഥമുണ്ടായി എന്നുള്ളൊരു സാധനമാണ്. എന്നിട്ട് അത് ഞാൻ ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ പോയി ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇംഗ്ലീഷിൽ അത് ടൈപ്പ് ചെയ്തിട്ടത്. ശരിക്കും ആ ക്യാപ്ഷൻ പോലെ തന്നെ ആയിരുന്നു എനിക്ക് അവിടെ നിന്നപ്പോൾ തന്നെ. ഇതിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഇപ്പോഴാണ് ശരിക്കും ഒരു അർത്ഥം ഉണ്ടായതെന്നുള്ളൊരു ഫീൽ തന്നെയായിരുന്നു ആ ബർത്ത്ഡേ ആഘോഷിച്ചപ്പോഴത്തേക്കും. ജീവിതം എനിക്ക് എന്തിനായിരുന്നു എന്നുള്ളത് എനിക്ക് തോന്നിപ്പോയൊരു നിമിഷം തന്നെയായിരുന്നു. ഹൈ ബ്രോ, എൻ്റെ ഒരു ജൂഡ്. എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത്, അബിൻ ബിനോ എന്ന നല്ലൊരു പേരുണ്ടല്ലോ, അപ്പോൾ എല്ലാവരും ഈ നത്തെന്ന് വിളിക്കണതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? താങ്ക് യു ജൂഡ് ബ്രോ, നല്ലൊരു ക്വസ്റ്റ്യൻ. അത് കാരണം ഒരുപാട് പേര് ഇങ്ങനെ എന്നെ ഈ പേര് വിളിക്കാനുള്ള മടി കൊണ്ട് എൻ്റെ അടുത്ത് ചോദിക്കുക, എന്താ യഥാർത്ഥ പേര്, എന്താ യഥാർത്ഥ, ഞങ്ങൾക്ക് മറ്റേ പേരേ അറിയൂ, അത് വിളിക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിക്കും. ശരിക്കും എൻ്റെ പേര് അബിൻ അജയ് എന്നാണ്. അബിൻ ബിനോ എന്നുള്ള എൻ്റെ ഫ്രണ്ടിൻ്റെ പേര് ഞാൻ എൻ്റെ കൂടത്തിൽ ചേർത്തതാണ്. അവൻ എൻ്റെ കൂടെ വേണം, അതുകൊണ്ട്. പിന്നെ ഈ നത്തെന്ന് വിളിക്കുന്നതുകൊണ്ട് എനിക്ക് യാതൊരുവിധ പ്രശ്നമില്ല. കാരണം ശരിക്കും ഇപ്പോൾ എനിക്കങ്ങനെ വിളിക്കാത്തതാണ് പ്രശ്നം. ഇപ്പോൾ ഒരു സ്ഥലം, ഒരു ലൊക്കേഷൻ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അബിനെന്ന് വിളിക്കുമ്പോൾ ചിലപ്പോൾ ഒരു 2-3 അബിൻ കാണും, ചിലപ്പോൾ എബിനെന്ന് വിളിക്കും. അപ്പം നത്തെന്ന് വിളിച്ചു കഴിഞ്ഞാൽ എവിടെ ആണെങ്കിലും ഞാൻ കൊടുക്കും. അപ്പോൾ എൻ്റെ അടുത്ത് ഈ ഇടയ്ക്ക് തിയേറ്റർ വിസിറ്റിന് പോയപ്പോൾ ഒരു പുള്ളി ചോദിച്ചു. പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞ്, നത്തെന്നുള്ള പേരൊക്കെ മാറ്റണ്ടേ, ഇനി അടുത്ത പേരൊക്കെ വരണ്ടേ നമുക്ക്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കത് മാറ്റണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. കാരണം ഞാൻ എന്താണെന്നും ഞാൻ എങ്ങനെയാണെന്നും ഇവിടെ എത്തിയെന്നുള്ളത് ആ ഒരു ക്യാരക്ടർ കൊണ്ടാണ്. എൻ്റെ മമ്മൂക്ക പോലും, ഞാൻ ആദ്യമായിട്ട് മമ്മൂക്കയെ മീറ്റ് ചെയ്യുമ്പോൾ പോലും എൻ്റെ പേര് ഫ്രണ്ട് ഞാൻ പറഞ്ഞു ഇത് നത്തെന്ന് പറഞ്ഞപ്പം മമ്മൂക്ക പറഞ്ഞാൽ അത് ഞാനല്ലേ എന്നുള്ളതാണ്. കാരണം ആകെ എല്ലാവർക്കും നത്ത് നാരായണനെ അറിയത്തുള്ളായിരുന്നു. പിന്നീട് ഒരു നത്ത് വരുന്നത് എൻ്റെ ഇതിലാണ്. അങ്ങനെ എനിക്കൊരു പ്രശ്നമില്ല അങ്ങനെ വിളിക്കുന്നതിലും, എനിക്ക് വിളിക്കാത്തതിലേ ഉള്ളൂ പ്രശ്നം. പിന്നെ ഇനിയും സിനിമകൾ ചെയ്യണം, ഒരുപാട് സിനിമകൾ ചെയ്യണമെന്ന് തന്നെയാണ് ആഗ്രഹം. സിനിമകൾ മാത്രം ചെയ്യലല്ല, ഇനിയിപ്പം സിനിമയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും എഴുത്ത് പരിപാടിയും കൂടെ നോക്കണമെന്ന് എല്ലാവരും എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഉറങ്ങാത്തുരുത്തിൻ്റെ പോലും സ്ക്രിപ്റ്റിൽ ഓരോ സാധനങ്ങൾ ഇങ്ങനെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് അമ്പുജിയും പറഞ്ഞിട്ടുണ്ട് ഒരു എപ്പിസോഡ് എഴുത്. പക്ഷേ എഴുതാനുള്ള മടി കൊണ്ടാണ് എഴുതാത്തത്. ഇത്രയും സിനിമയിലൊക്കെ അഭിനയിച്ചു, എന്നാൽ തന്നെയും വീട്ടിൽ അമ്മയ്ക്ക് ഞാനിപ്പോഴും PSC എഴുതി ഒരു സർക്കാർ ജോലി മേടിക്കണമെന്നുള്ള രീതിയിലാണ് അമ്മ ഇപ്പോഴും നിൽക്കുന്നത്. കാരണം എൻ്റെ ഒരു കൂട്ടുകാരി ഈയിടയ്ക്ക് വീട്ടിൽ വന്നപ്പോഴും അവളുടെ അടുത്ത് അമ്മ പറഞ്ഞു, മോളെ അവനോട് പറ ഒരു PSC എഴുതി എന്തെങ്കിലും ജോലി മേടിക്കാൻ പറ എന്നുള്ള രീതിയിലാണ് ഇപ്പോഴും. പക്ഷേ എനിക്ക് അതിനോടൊന്നും താല്പര്യമില്ല. ഒന്നാമത് അന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അമ്മയെ ഒരു കസേരയ്ക്കകത്തിരുന്ന് ജോലി ചെയ്യുന്നത് എനിക്കിഷ്ടമുള്ള കാര്യമല്ല. പിന്നെ ചെറുപ്പം മുതലേ ID കാർഡ് തൂക്കിയിട്ട് ഇനിയും ID കാർഡ് തൂക്കിയിടാൻ വയ്യ.